സ്ട്രക്ചേഴ്സ് ഇൻ സി. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. അതായത് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് സ്ട്രക്ചർ എന്നുള്ളത്. നമ്മൾ അറേസിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അറേസ് എന്ന് പറയുമ്പോൾ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റകളെ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ അറേസ് എന്ന് പറയാമെന്ന് പറഞ്ഞു. സ്ട്രക്ചർ ആണെങ്കിൽ അതിനകത്ത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. ആ സമയത്ത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സ്ട്രക്ചർ. ഓക്കെ, സോ സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതെല്ലാം കൂടെ ഒരു പേരിൽ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുക. അപ്പോൾ ഇത് മെയിനായിട്ടും ബേസിക് നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്കിപ്പോൾ ഒരു സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കുക. സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ പേരുണ്ടാവും, സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ മാർക്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതെല്ലാം പല പല ഡാറ്റ ടൈപ്പ് കാറ്റഗറി ആണല്ലേ. നെയിം എന്ന് പറയുന്ന സമയത്ത് അത് ക്യാരക്ടറിൽ വേണം സ്റ്റോർ ചെയ്യാൻ. ദെൻ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്ന സമയത്ത് അത് ഫ്ലോട്ടിലോ ഇൻഡിലോ നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സുകളെ നമ്മൾ സ്റ്റോർ ചെയ്ത് ഒരു സിംഗിൾ നെയിമിൽ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുക. ഓക്കെ, സോ ഇതിനകത്ത് വി ക്യാൻ യൂസ് എ സ്ട്രക്ചർ ടു സ്റ്റോർ ഓൾ ദ ഡീറ്റെയിൽസ് ഇൻ എ സിംഗിൾ എൻറ്റിറ്റീസ്. അതായത് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഓക്കെ, ഒരു നെയിമിൽ നമുക്കിതെല്ലാം പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സിനെയും ഒരു നെയിമിൽ നമുക്കിതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് സ്ട്രക്ചേഴ്സ്. അടുത്തത് എങ്ങനെയാണ് ഒരു സ്ട്രക്ചറെ നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സിൻടാക്സ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ സ്ട്രക്ചർ നെയിം, അതായത് സ്ട്രക്ട് എന്ന് പറഞ്ഞുള്ള കീവേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ സ്ട്രക്റ്റിൻ്റെ കീവേഡിൽ ഫസ്റ്റ് കൊടുത്തതിന് ശേഷം സ്ട്രക്ചർ നെയിം എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാൻ കഴിയും കേട്ടോ. അതിനുശേഷം അതിൻ്റെ ബ്രേസസ് ഓപ്പൺ ചെയ്യുക. ബ്രേസസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇൻ്റ് ആണോ ഫ്ലോട്ട് ആണോ എന്നുള്ളത്. അതിനുശേഷം നമുക്ക് കൊടുക്കേണ്ട ആ ഒരു വേരിയബിളിൻ്റെ പേര് കൊടുക്കുക. അതായത് മെമ്പർ 1 എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ക്യാരക്ടർ എന്നുള്ളത് ഡാറ്റ ടൈപ്പും നെയിം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്ക് കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കൊടുക്കുക. ഓക്കെ, ദെൻ ഡാറ്റ ടൈപ്പ് മെമ്പർ 2 എന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇൻറ്റിനകത്ത് മാർക്ക് എന്നാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻറ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ സെമിക്കോളൻ ഇടുക. അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ ഡാറ്റ ടൈപ്പും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാറ്റ ടൈപ്പും അതിൻ്റെ മെമ്പേഴ്സും ഇവിടെ നമ്മൾ കൊടുക്കുക. അതിനുശേഷം ബ്രേസസ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സെമിക്കോളൻ ഇടുക. ഓക്കെ, ഇങ്ങനെയാണ് സ്ട്രക്ചറിൻ്റെ ബേസിക് ആയിട്ടുള്ള സിൻടാക്സ് ഉണ്ടാവുക. സോ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, സ്ട്രക്ചറിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ആ ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സ്ട്രക്ട് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്ട്രക്ട് സ്പേസ് സ്ട്രക്ചർ നെയിം. നമ്മൾ മുൻപ് അറേസിനകത്ത് പറഞ്ഞില്ലേ, അറേക്കകത്ത് എന്തായിരുന്നു അറേ നെയിം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ സ്ട്രക്ചർ നെയിം എന്ന് പറഞ്ഞ് കൊടുക്കുക. അത് കഴിഞ്ഞു. ദെൻ ഹാഷ് ഇൻക്ലൂഡ് stdio.h ഫസ്റ്റ്. ഇനി വേറൊരു കൈൻഡിൽ നമുക്ക് എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഡിഫൈനിങ് എ സ്ട്രക്ചർ ടു സ്റ്റോർ സ്റ്റുഡൻറ്റ് ഡാറ്റ. അപ്പോൾ ഇത് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻറ്റ്. അപ്പോൾ സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡും സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു സ്ട്രക്ചറിന് കൊടുക്കുന്ന ഒരു പേരുമായിരിക്കും. ഓക്കെ, അത് കൊടുത്തു. അതിനുശേഷം ബ്രേസസ് ഓപ്പൺ ചെയ്തു. ബ്രേസസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ കാണുന്നത്, ക്യാർ സ്പേസ് നെയിം എപ്പോഴും എന്തായിരിക്കും അറേക്കകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. കാരണം എന്താണ്, വലിയ പേരുകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് അറേസ് ആണെങ്കിൽ കുറച്ചും കൂടെ ഐറ്റംസ് നമുക്ക് സ്റ്റോർ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ അറേക്കകത്ത് സ്റ്റോർ ചെയ്യണം. ദെൻ ഇൻറ്റ് റോൾ നമ്പർ ഫ്ലോട്ട് മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് അത് സെമി കോളൻ ഇടുക. ഇതാണ് ബേസിക് ആയിട്ട് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി ഈ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ നമുക്ക് പല രൂപത്തിൽ അത് യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ സപ്പോസ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസിൽ 3 മെമ്പേഴ്സ് ഉണ്ട്, അതായത് നെയിം ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, മാർക്ക് ഉണ്ട്. ഇനി മറ്റൊരു സ്റ്റുഡൻറ്റിനും ഇതേ ഡാറ്റാസ് നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, ആ സമയത്ത് നമുക്ക് ഒന്നിലധികമായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഇതേ ഫോർമാറ്റാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഇതിനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യും? ഓക്കെ, ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷേ ഡിഫറെൻറ്റ് യൂസേഴ്സ് ആണെന്ന് വിചാരിക്കാം. അതാണ് പറയുന്നത്. ഓക്കെ, വി ക്യാൻ ഡിക്ലെയർ ദ സ്ട്രക്ചേഴ്സ് ഇൻ 2 ways. 2 രീതിയിൽ നമുക്ക് ഇതിനെ ഡിക്ലറേഷൻ കൊടുക്കാം ഇങ്ങനത്തെ കേസുകളിൽ കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെ രീതിയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം സ്ട്രക്ട് സ്റ്റുഡൻറ്റ്, മുൻപ് കണ്ട പോലെ തന്നെ സ്ട്രക്ചർ എന്ന് എഴുതുക, എന്നിട്ട് അതിൻ്റെ സ്ട്രക്ചർ നെയിം കൊടുക്കുക. ദെൻ ബ്രേസസ് ഓപ്പൺ ചെയ്യുക, ക്യാർ നെയിം 50 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ക്യാറിനകത്ത് നെയിം 50 അറേസിൽ കൊടുത്തു, ഇൻറ്റിനകത്ത് റോൾ നമ്പർ കൊടുത്തു, ഫ്ലോട്ടിനകത്ത് മാർക്ക് കൊടുത്തു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഞാൻ എന്താ പറഞ്ഞത്, എനിക്ക് 2 കുട്ടികളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. പക്ഷേ ഇതിൻ്റെ ടോപ്പിക് എല്ലാം ഈ നെയിമും റോൾ നമ്പറും മാർക്കും മാത്രമാണ് അതിനകത്ത് കൊടുക്കേണ്ട ഡാറ്റ.
അപ്പം ഞാൻ ആ രണ്ട് കുട്ടികൾക്ക് എന്തിനു വെച്ചാൽ സ്റ്റുഡൻറ്റ് 1 S1, S2 എന്ന് രണ്ട് പേര് കൊടുത്തിട്ടാണ് സെമിക്കോളൻ ഇടുന്നത്. നമ്മളപ്പോൾ ചുമ്മാ സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ പോരാ, ഇതിനകത്തുള്ള ഓരോ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് വേണം, ഓരോ സ്റ്റുഡൻറ്റിന് ലിങ്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ അവിടെ ഒരു ഒബ്ജക്റ്റാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, S1 പറയുന്നത് സ്റ്റുഡൻറ്റ് 1ന് വേണ്ടിയിട്ടും S2 എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് 2ന് വേണ്ടിയിട്ടും. പ്രോഗ്രാമിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഇനി അതല്ല സെപ്പറേറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഇതേ കാര്യം സ്ട്രക്ചർ, സ്റ്റുഡൻറ്റ്, കെയർ നെയിം, ഇൻ്റർ റോൾ നമ്പർ, ഫ്ലോട്ട്, ഇത് ക്ലോസ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് പഠിച്ച അതേപോലെ സെമിക്കോളൻ ഇട്ടു. അതിനുശേഷം നമുക്ക് വേണേൽ ഇതേ കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക് ചെയ്തെടുക്കാം. അതായത് നമുക്ക് ഇപ്പം അതിന് ശേഷമാണ് നമ്മൾ തീരുമാനിക്കുന്നത് നമുക്ക് 2, 3, 4 കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് പറ്റിയില്ല എന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് ശേഷം, അതായത് ആ ഒരു സ്ട്രക്ചർ ഡെഫിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണേൽ ഈ സ്റ്റുഡൻസിൻ്റെ ഒബ്ജക്റ്റുകൾ നമുക്ക് വേണേൽ അവിടെ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ഡിക്ലെയർ ചെയ്യാന്ന് വെച്ചാൽ ഇത് ആരുടെ ഒബ്ജക്റ്റുകളാണെന്ന് പറയണം, നമുക്ക് ഏത് സ്ട്രക്ചറിൻ്റെയാണ് വേണം, ആദ്യം കൊടുത്ത ഈ കീവേഡ് ഇല്ലേ ഇതിൻ്റെ പേര് അതേ കണക്കിന് എഴുതണം. ഓക്കെ, സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് അത് അതുപോലെ അങ്ങോട്ട് എഴുതിയിട്ട് S1, S2 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ സ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റുകളായിട്ട് അതൊക്കെ ക്രിയേറ്റ് ആയിക്കോളും. ഇൻ ദ ഗിവൺ സ്ട്രക്ചർ എക്സാമ്പിൾസ് S1 and S2 ആർ ദ സ്ട്രക്ചർ വേരിയബിൾസ്. ഓക്കെ, അതിന് നമ്മൾ സ്ട്രക്ചർ വേരിയബിൾസ് എന്നാണ് കേട്ടോ പറയാം. ഓഫ് ദ ടൈപ്പ് ഡാറ്റ സ്ട്രക്ചർ സ്റ്റുഡൻസ്. അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വേരിയബിളാണ് ഇത്. ഇനി ഇപ്പോൾ ഇപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെയാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാമെന്ന് പഠിച്ചു, പിന്നെ അതിൻ്റെ വേരിയബിൾ എങ്ങനെയാണ് അസൈൻ ചെയ്യുക എന്നുള്ളത് പഠിച്ചു. അപ്പോൾ രണ്ട് കാര്യങ്ങളായി. ഇനി ഈ അസൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ, അപ്പോൾ ഇപ്പം ഞാൻ രണ്ട് സ്റ്റുഡൻറ്റുകളുടെ പേര് കൊടുത്തു, S1, S2 എന്ന് പറഞ്ഞ് കൊടുത്തു. ഈ S1ഉം S2ഉം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത്. അതായത് ഇനീഷ്യലൈസ് ആൻഡ് ആക്സസ് സ്ട്രക്ചർ മെമ്പേഴ്സ്. ഓക്കെ, ഇവരെങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യും, ഈ S1ഉം S2ഉം യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സ്ട്രക്ചറുടെ ഡാറ്റ നമ്മുടെ പ്രോഗ്രാമിലോട്ട് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കണം. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ #include stdio.h എന്ന് പറഞ്ഞ് കണ്ടു. ഓക്കെ, അതിനുശേഷം സ്ട്രക്ട് സ്റ്റുഡൻറ്റ് ആസ് യൂഷ്വൽ സ്ട്രക്ചർ, അതിനൊരു പേര് കൊടുത്തു, ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഇതെല്ലാം നമ്മൾ മുന്നേ പഠിച്ചത് കെയർ ഇൻറ്റ് ഫ്ലോട്ടൊക്കെ നമ്മൾ കൊടുത്തു, ബ്രേസസ് ക്ലോസ് ചെയ്തു. ഓക്കെ, ദെൻ ഇൻറ്റ് മെയിൻ. ഓക്കെ, ഇൻറ്റ് മെയിനിലാണ് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് മെയിൻ ഫംഗ്ഷനകത്തായിരിക്കും ശരിക്കും പ്രോഗ്രാം വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇൻറ്റ് മെയിൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം സ്ട്രക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കീവേഡ് ഞാൻ കൊടുത്തു. കീവേഡ് കൊടുത്തതിന് ശേഷം ആദ്യം സ്റ്റുഡൻറ്റ് S1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ സ്ട്രക്ട് സ്പേസ് സ്റ്റുഡൻറ്റ് S1 എന്ന് പറയുന്നത് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ് ഒബ്ജക്റ്റുകൾ. ഓക്കെ, അതായത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഈ ഒരു പേര്, ഈ സ്ട്രക്ട് സ്റ്റുഡൻറ്റ് S1 എന്ന് പറയുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് ഒബ്ജക്റ്റ് S1. ആ S1 വിച്ച് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഞാൻ ആ S1ന് എന്ത് ഡാറ്റയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഇവിടെ തന്നെ ഡിക്ലെയർ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിന് കറസ്പോണ്ടിങ് തന്നെ കൊടുക്കണം കേട്ടോ. അതായത് ഇവിടെ ഞാൻ കെയർ നെയിം ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ക്യാരക്ടർ തന്നെ ആയിട്ടായിരിക്കണം നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ റോൾ നമ്പർ ഇൻറ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജർ മാത്രമായിട്ടായിരിക്കും നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ആർദ്ര എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ക്യാരക്ടർ ആയതുകൊണ്ട് അത് അതുപോലെ കൊടുത്തു. അതിനുശേഷം ഞാൻ 2 എന്നാണ് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്, ഇൻറ്റ് റോൾ നമ്പറാണ് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ തന്നെ ഞാൻ കൊടുത്തു. അതിനുശേഷം 3.0 എന്ന് പറഞ്ഞാൽ കൊടുത്തത്, കാരണം എന്താണ് ഫ്ലോട്ടിലാണ് മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് അതുപോലെ, ഇതാണ് സ്റ്റുഡൻറ്റ് 1ൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചർ S2 സ്റ്റുഡൻറ്റ് 2ൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് പോയിട്ട് ഇത് സ്റ്റോർ ആയിക്കോളും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കണം. അങ്ങനെ S1 എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന കാര്യം സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രക്ചറിൽ S1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്പർ ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്തതിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഡാറ്റാസ് ആ സ്ട്രക്ട് സ്റ്റുഡൻറ്റിലോട്ട് കൊടുക്കുകയും ചെയ്തു. അതാണ് ഇതിനൊരു അർത്ഥം വരുന്നത്. സ്ട്രക്ട് സ്റ്റുഡൻറ്റ് S2 വിച്ച് ഈസ് ഈക്വൽ ടു ഷാനു 2542.25 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഡാറ്റ രണ്ടും കൊടുത്തു. അപ്പോൾ S1നും സ്റ്റുഡൻറ്റ് 1നും സ്റ്റുഡൻറ്റ് 2ൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സ്ട്രക്ട് സ്റ്റുഡൻറ്റിനകത്തോട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കണം പ്രിൻ്റ് ഓഫ്. ഇനി നമുക്കിതൊക്കെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം കേട്ടോ. ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേസസിൽ നമ്മൾ ആദ്യം നെയിം നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. 2 കോമയൊക്കെ ഇട്ടു. മോഡ് S എന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം അത് സ്ട്രിങ് ആയതുകൊണ്ടാണ് നമ്മളവിടെ മോഡ് S യൂസ് ചെയ്ത് /n ഒരു സ്പേസ് ഒരു നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ /n എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കേട്ടോ.
ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, ദെൻ റോൾ നമ്പർ ആണ് പിന്നെ അടുത്ത ലൈനിൽ കാണിക്കുന്ന റോൾ നമ്പർ. അത് ഇൻറ്റിജർ ആയതുകൊണ്ട് മോഡ് ഡി എന്ന് പറഞ്ഞു കൊടുത്തു, /n കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലായിട്ടായിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാവുക. ദെൻ മാർക്സ് ആണ് അടുത്ത ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത്. അതിലും നമ്മൾ മോഡ് എഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ബിക്കോസ് അത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയതുകൊണ്ട്, ഫ്ലോട്ടിംഗ് നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ മോഡ് എഫ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ദെൻ /n നെക്സ്റ്റ് ലൈനിൽ വരാൻ. ഇതൊക്കെ ആരുടെ ഡീറ്റെയിൽസാണ്? എനിക്ക് ആദ്യം ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത് സ്റ്റുഡൻറ്റ് 1-ൻ്റെയാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ആ ഓരോരെണ്ണത്തിനെയും നമുക്ക് കോൾ ചെയ്യണമല്ലോ. നമ്മൾ വേറെ ഒന്നും ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചുമ്മാ നെയിം റോൾ നമ്പർ മാർക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുമായിരുന്നു. ഇതങ്ങനെയല്ല, സ്പെസിഫിക് ആയിട്ട് നമ്മൾ S1 ആൻഡ് S2 എന്ന് പറഞ്ഞ് കൊടുത്തത് കൊണ്ട് ആ ഒബ്ജക്റ്റിൻ്റെ പേരാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. എന്നിട്ട് ഡോട്ട് എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഇവിടെ കൊടുക്കണം. അപ്പോൾ ഈ ഡോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഓപ്പറേറ്ററാണ്. ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവരെ ആക്സസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡോട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചുമ്മാ S1 നെയിം എന്ന് കൊടുക്കരുത്, S1 ഡോട്ട് നെയിം തന്നെ കൊടുക്കണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ കണക്ഷൻ നേരെ ഇതിനകത്ത് എന്താണോ നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതായത് സ്റ്റുഡൻറ്റ് നെയിമിൽ സ്റ്റുഡൻറ്റിൻ്റെ ആ പേരെന്താണോ, സ്റ്റുഡൻറ്റ് 1-ൻ്റെ പേരെന്താണോ അത് അതുപോലെ ഇവിടെ വന്നിട്ട് അത് ഡിസ്പ്ലേ ആയിക്കോളും. ഓക്കെ, ഇനി S1 ഡോട്ട് റോൾ നമ്പർ, S1 ഡോട്ട് മാർക്ക്. അപ്പോൾ ഇവർ ഓരോരുത്തരെ പോയിട്ട് അതിനകത്തുള്ള ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. ഇത് ഫസ്റ്റ് കേസ്. ഇനി അതേപോലെ തന്നെയാണ്, സെയിം തന്നെയാണ് S2. ഇതേ നെയിമും റോൾ നമ്പറും മാർക്കും ഒക്കെ അതുപോലെ കൊടുക്കുക. എന്നിട്ട് S2-ൻ്റെ ആണ് എനിക്ക് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ S2 ഓട്ടോമാറ്റിക്കലി S2 എന്ന് പറയുമ്പോൾ ഈ ഒരു ഡാറ്റ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഡാറ്റ എന്ത് ചെയ്യും, നമ്മൾ 1 by 1 ആയിട്ട് ഇതിനകത്തോട്ട് S2 ഡോട്ട് നെയിം, S2 ഡോട്ട് റോൾ നമ്പർ, S2 ഡോട്ട് മാർക്ക് എന്ന് പറയുമ്പോൾ ഇത് അതുപോലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി, ഇങ്ങനെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ആദ്യം നെയിം ആർദ്ര എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്, റോൾ നമ്പർ 2 ആൻഡ് മാർക്ക്. ഇത്രയും നമ്മൾ കൊടുത്ത അതേ സാധനം നമുക്ക് ഈ ഒരു രൂപത്തിലായിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, സോ അപ്പോൾ ബേസിക്കലി സ്ട്രക്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് സ്ട്രക്ചർ എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യുക. സ്ട്രക്ചറിന് നമുക്കൊരു പേര് കൊടുക്കുക, അത് ഓപ്പൺ ചെയ്യുക, അതിന് വേണ്ട ഡാറ്റ മെമ്പേഴ്സ് നമ്മൾ അതിനകത്തോട്ട് അസൈൻ ചെയ്യുക, ബ്രേസസ് ക്ലോസ് ചെയ്യുക, ദെൻ ഇൻറ്റുമെയിൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ഒബ്ജക്റ്റുകൾ നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്യുക. അതിപ്പോൾ S1-ഓ S2-ഓ അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് അതിനൊരു പേര് കൊടുത്തിട്ട്, പക്ഷേ എന്ത് വേണം, നമുക്ക് സ്ട്രക്ചറിൻ്റെ ആ ഒരു പേര് എന്തായാലും ഇവിടെ കൊടുക്കണം. അതിനുശേഷം വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, 1 by 1 ആയിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കുക. ഒരു പ്രോഗ്രാം നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു പ്രോഗ്രാം പഠിക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഇതുമായി റിലേറ്റ് ചെയ്ത ചെറിയ ചേഞ്ചസ് ഉള്ള പ്രോഗ്രാംസ് ആണ് എക്സാമിന് എപ്പോഴും ചോദിക്കുക. നമുക്ക് അത്രേ പഠിക്കാനേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് അറിയുന്നത് പോലെ അത് മാറ്റി എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ സ്ട്രക്ചർ എന്താണ്, അത് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്, ഒബ്ജക്റ്റുകൾ എവിടെ കൊടുക്കണം, ഓക്കെ, എവിടെയാണ് സെമികോളൻ, എങ്ങനെയാണ് ആ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുക എന്നുള്ളത്, ഈ 3 സ്റ്റെപ്പുകളും കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്ട്രക്ചറിൻ്റെ ഏത് പ്രോഗ്രാമും നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഇനി ഇതേപോലെ അറേസിൻ്റെ കേസിൽ വന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ അറേസ് എന്ന് പറയുമ്പോൾ എനിക്ക് മൾട്ടിപ്പിൾ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. എനിക്കിപ്പോൾ ഇവിടെ ഞാൻ ആകെ 2 കുട്ടികൾ S1-ഉം S2 ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതല്ല, എനിക്ക് ഒരു ക്ലാസ്സിൻ്റെ മൊത്തം കൊടുക്കണം എന്ന് പറയുമ്പോൾ S1, S2, S3, S4 പറഞ്ഞിട്ട് S50 വരെ എഴുതി പോകുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിലാണ് നമ്മൾ അറേസിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അറേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേ പ്രോഗ്രാം എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ മുന്നേ കൊണ്ട് അതേപോലെ തന്നെ #include stdio.h struct student എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു, ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ച അതേ പ്രോഗ്രാം തന്നെ. അപ്പോൾ അതിനെ ഞാൻ ആ പ്രോഗ്രാം കൃത്യമായി പഠിച്ച ബാക്കിയുള്ള പ്രോഗ്രാം നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി എഴുതാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഒത്തിരി കുട്ടികളുടെ പേര് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റ് മെയിൻ ബ്രേസസ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒത്തിരി കുട്ടികളുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതുകൊണ്ട്, പക്ഷേ ഒരേ തരം ഡാറ്റ ടൈപ്പ് അല്ലേ കുട്ടികൾ എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ അറേസിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് 2 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ 0, 1, 2 മൊത്തം എനിക്ക് 3 കുട്ടികളുടെ ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും. അപ്പോൾ അറേ ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുക്കണം, അറേ ഓഫ് സ്ട്രക്ചേഴ്സ്. അതിനെ നമ്മൾ സ്ട്രക്ചറിനെ അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ സ്ട്രക്ചറിന് എന്ത് വേണം, സ്ട്രക്ചർ നെയിം കൊടുക്കുക, എന്നിട്ട് അറേ നെയിം കൊടുക്കുക. ഓക്കെ, അറേക്ക് നമ്മൾ സ്റ്റുഡൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റുഡൻറ്റ് ഇവിടെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഒരു S ഇട്ട് കൊടുത്തിട്ട് അതിനൊരു വേറെ പേരാക്കി കൺസിഡർ ചെയ്തിട്ട് ഞാൻ അവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു അറേ, അപ്പോൾ അവിടെ ഒരു സ്പേസ് ആയിട്ട് ഒരു അറേ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് വേണം, ഇതിനകത്ത് വരുന്ന ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് ഈ അറേക്കകത്ത് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഫോർ ലൂപ്പ്. കാരണം ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, നമുക്ക് ഓരോരുത്തരുടെ ഡീറ്റെയിൽസ് അപ്പോഴേ മുന്നു കൊടുത്തതുപോലെ ഡയറക്റ്റ് കൊടുക്കുന്നതിനേക്കാളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർ ലൂപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മച്ച് മോർ ഈസി ആയിരിക്കും. സോ അതിന് വേണ്ടി ഞാനിവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ഫോർ ലൂപ്പിനകത്ത് ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഹിയർ ഇൻറ്റ് i = 0. അപ്പോൾ ആദ്യം 0 ആണെങ്കിൽ
ഐ ലെസ് ദാൻ 3 ഐ പ്ലസ് പ്ലസ് 3യേക്കാളും കുറവായിരിക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം ഐക്ക് 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിന്റ് ഓഫ് എൻ്റർ ദ ഡീറ്റെയിൽസ് ഫോർ ദ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളോട് കമ്പ്യൂട്ടർ ചോദിക്കുകയാണ് നിങ്ങൾ ആദ്യത്തെ 0 ഫസ്റ്റ് കേസിൽ നിങ്ങൾ ആദ്യം കുട്ടിയുടെ പേര് അങ്ങോട്ട് എൻ്റർ ചെയ്യൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുട്ടിയുടെ പേര് ഡീറ്റെയിൽസ് ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റുഡൻറ്റ് 1 എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊടുക്കണം. കാരണം 0 ആണെങ്കിൽ എന്ത് വേണം, ഇവിടെ 0+1 എന്നാണ്. ഓക്കെ, എനിക്ക് ആദ്യത്തെ നമ്മൾ അറേക്ക് എപ്പോഴും എന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അറേയുടെ അഡ്രസ്സിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സ്റ്റുഡൻറ്റ് 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ith വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ സ്റ്റുഡൻറ്റ് 1. ഓക്കെ, അത് കഴിഞ്ഞു ഇനി എൻ്റർ നെയിം. അപ്പോൾ നെയിം ഞാൻ കീബോർഡ് യൂസ് ചെയ്തിട്ട് കൊടുത്തു. അത് റൈറ്റ് സൈഡ് ഞാൻ ഇവിടെ ഔട്ട്പുട്ട് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഔട്ട്പുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് അല്ല, നമുക്ക് റൺ ചെയ്താൽ കിട്ടുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇതിനകത്ത് നോക്കി എൻ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഓട്ടോമാറ്റിക്കലി ഇവിടെ 1 എന്ന് കിട്ടി. ഇനി എൻ്റർ ദ നെയിം എന്ന് പറയുമ്പോൾ എൻ്റർ ദ നെയിം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊരു പേര് കൊടുത്തു അത് കൊടുത്തു. ദെൻ സ്കാനഫിനകത്ത് സ്റ്റുഡൻറ്റ് ഐ ഡോട്ട് നെയിം. ഇതെന്തിനാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മൾ എന്തിലായിരുന്നു, നമുക്ക് അറേക്കകത്താണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അറേക്കകത്ത് സ്റ്റുഡൻറ്റ് ഐ ഡോട്ട് നെയിം എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഇവിടെ നമ്മൾ അറേ നെയിം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അറേ നെയിം എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഓഫ് 2 എന്നല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഫോർ ലൂപ്പിലാണ് ആയതുകൊണ്ട് നമുക്ക് ഐ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റുഡൻറ്റ് ഐ ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ ആദ്യത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കും. അപ്പോൾ സ്റ്റുഡൻറ്റ് ഓഫ് 0 എന്ന് പറഞ്ഞ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള അറേക്കകത്ത് നമ്മളത് സേവ് ചെയ്തു. ദെൻ പ്രിന്റ് ഓഫിനകത്ത് എൻ്റർ ദ റോൾ നമ്പർ. സെയിം കാര്യം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആംബർസിംഗിലാണ് ഇത് കൊടുക്കണേ. ഇതിനകത്ത് നമ്മൾ എന്ത് സ്റ്റുഡൻറ്റ് ഐ ഡോട്ട് റോൾ നമ്പർ. ഓക്കെ, റോൾ നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ മാർക്ക് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഐ ഡോട്ട് മാർക്ക്. അപ്പോൾ ഈ ഡോട്ട് ഓപ്പറേറ്ററിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഐ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമുക്ക് ആ അറേക്കകത്ത് വന്ന് 1 by 1 ആയിട്ട് ഇത് സ്റ്റോർ ആയിക്കോളും. ഇത് ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ. ഇനി ഇതേ കേസിൽ 1 2 3 നമുക്ക് മൊത്തം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡൻറ്റ് ഓഫ് 2 ഉണ്ട്. ഇത് 3 ടൈംസ് നമ്മളോട് ചോദിക്കും. ഇതേ ക്വസ്റ്റ്യൻ നമ്മളോട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊടുത്തപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ആ അറേക്കകത്ത് ഈ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഇപ്പോൾ സേവ് ആണ്. സ്റ്റുഡൻറ്റ് 1 സ്റ്റുഡൻറ്റ് 2 സ്റ്റുഡൻറ്റ് 3 എന്ന് പറഞ്ഞിട്ട് ഈ ഡാറ്റ മൊത്തം അതിനകത്തോട്ട് സേവ് ആയിട്ടുണ്ട്. ഇത് സേവ് ആയാൽ മാത്രം പോരാലോ, നമുക്ക് എന്ത് വേണം, ഇതിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക കൂടെ വേണം. അപ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിന്റ് ഓഫ് സ്റ്റുഡൻറ്റ് റെക്കോർഡ്സ് ഇതാണ് നമ്മൾ കൊടുത്തത്. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഇങ്ങനെ വരണം. സ്റ്റുഡൻറ്റ് റെക്കോർഡ്സ് എന്നൊക്കെ ഒരു ഹെഡിങ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റുഡൻറ്റ് റെക്കോർഡ്സ് പ്രിന്റ് ഓഫ് സ്റ്റുഡൻറ്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ് കൊടുത്ത് ഫോർ ലൂപ്പിനകത്ത് 1 by 1 ആയിട്ടില്ലേ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ എഗെയിൻ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കണം. 4 × i = 0 i less than 3 i plus plus ഇത് കൊടുത്തിട്ട് ഫോർ ലൂപ്പിനകത്ത് 1 by 1 ആയിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ നമ്മൾ എന്താ ചെയ്യണത്, പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതിനകത്ത് കൊടുക്കണം. ഓക്കെ, പ്രിന്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് i+1 എന്ന് പറയുന്നത് ഇത് സ്റ്റുഡൻറ്റ് 1 ഐ എന്തായാലും 0 ആയിരിക്കുമല്ലോ. ദെൻ നെയിം എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഡോട്ട് നെയിം. അപ്പോൾ ഇത് 0 ആണെങ്കിൽ അപ്പോൾ 0th സ്റ്റുഡൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്തായിരിക്കും, അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ആ നെയിമിനെയാണ് നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി അവിടെ ആർദ്ര എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത്. പിന്നെ റോൾ നമ്പർ, പിന്നെ മാർക്ക്. ഇത് 1 by 1 ആയിട്ട് ഇങ്ങനെ ഇത് 3 ടൈംസ് ഓട്ടോമാറ്റിക്കലി അത് റിപ്പീറ്റ് ചെയ്ത് ഈ ഫോർ ലൂപ്പ് ഉള്ളത് കൊണ്ട് അൺടിൽ 3 അതായത് i less than 3 എന്ന് എത്തുന്നത് വരയ്ക്കും ഇതെന്തായും ഇതിങ്ങനെ ഈ ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്ത് അത് പ്രിന്റ് ചെയ്തോളും. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. സോ ഇത് നന്നായി പഠിക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടെയാണ്. ഇനി അടുത്തൊരു പ്രോഗ്രാം കൂടെ നോക്കാം. റൈറ്റ് എ സി പ്രോഗ്രാം ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ വിത്ത് 3 ഫീൽഡ്സ് നെയിം, അഡ്രസ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. സെയിം നിങ്ങൾ മുന്നേ പഠിച്ച അതേപോലെ തന്നെ ഇതിനകത്ത് ചെറിയ വ്യത്യാസം എന്താ വെച്ചാൽ നെയിമും അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും ആണ്. ഇത് നമ്മൾ നോക്കിയാൽ ഇത് ക്യാറിനകത്ത് നെയിം 50 എന്ന് പറഞ്ഞിട്ട് അറേക്കകത്താണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ക്യാർ അഡ്രസ്സ് 100, അഡ്രസ്സ് വലുതായതുകൊണ്ട് നമ്മൾ 100 എന്നുള്ള അറേയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് 15 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറി സ്പേസിനകത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഫോർമാറ്റിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത്, മന്ത്, ഇയർ ഇങ്ങനെ ഒരു ഫോർമാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും എഴുതണമെന്നില്ല. ഓക്കെ, ഇതൊന്നും എഴുതണമെന്നില്ല. ഇത് കാരണം ഇത് നമ്മൾ കമൻറ്റ് ലൈൻ അല്ലേ. ഓക്കെ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഇൻറ്റ് മെയിനകത്ത് എന്താ ഉള്ളത് നോക്കാം. ഇതിനകത്ത് സെയിം കാര്യങ്ങൾ നമ്മൾ അറേക്കകത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ട്രക്ചർ ഒരു കൊടുത്തു, അറേയുടെ ഒരു സ്ട്രക്ചറിൻ്റെ പേര് കൊടുത്തു. അതിനുശേഷം അറേക്ക് ഒരു പേര് ഞാൻ ക്രിയേറ്റ് ചെയ്തു 5.
array of 5 students. എനിക്കിവിടെ 5 കുട്ടികളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അപ്പോൾ ഇൻപുട്ടിനകത്ത് 5 സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ മുൻപ് ആ അറേക്കകത്ത് കണ്ടില്ലേ ഫോർ ലൂപ്പ് ഉടനെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ഓരോ കുട്ടികളുടെ ഡീറ്റെയിൽസും കൊടുക്കുക. ഓരോ കുട്ടികളും നമ്മൾ i = 0, i less than 5, i++ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ഓഫ് എൻ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ദ സ്റ്റുഡൻറ്റ് വന്നാൽ i+1. എന്നിട്ട് പ്രിന്റ് നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. പ്രിന്റ് നെയിം ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഇത് ഓരോന്നും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇതെന്താ അതെന്താ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ എന്താണ് 1 by 1 ആയിട്ട് പ്രീവിയസ് കേസിൽ കണ്ട അതേ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതും students.i.dob എന്ന് പറഞ്ഞു കൊടുത്താൽ അതും അതിനകത്തോട്ട് സ്റ്റോർ ആയിക്കോളും. ഇനി ഇതേ ഡീറ്റെയിൽസ് നമ്മൾ പ്രീവിയസിൽ പഠിച്ച ഇതേ പ്രോഗ്രാമാണ്, ജസ്റ്റ് അതിൻ്റെ വാല്യൂസ് മാത്രം അതിൻ്റെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണം, പ്രിന്റ് ഓഫിനകത്ത് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ ഈ 5 കുട്ടികളുടെ ഞാൻ ഫുള്ളായിട്ട് 5 ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു കുട്ടിയെ മാത്രമേ ഇതിനകത്ത് ഔട്ട്പുട്ടിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ദെൻ പ്രിന്റ് ഓഫിനകത്ത് സ്റ്റുഡൻറ്റ് i+1 മുൻപത്തെ അതേ കേസിൽ നെയിം, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങൾ .i ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആക്സസ് ചെയ്ത് ഇവിടെ അങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പം നമ്മൾ അറേസിൻ്റെ ഒരു പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ അറേസ് യൂസ് ചെയ്തിട്ട് ഏത് പ്രോഗ്രാം ആണെങ്കിലും നമുക്ക് ഇതേപോലെ കുറച്ച് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം സ്ട്രക്ചറിൻ്റെ പ്രോഗ്രാംസ് വളരെ കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. വളരെ എളുപ്പമുള്ള പ്രോഗ്രാംസ് ആണ്, അപ്പോൾ അത് നോക്കി പഠിക്കാം.